നിന്റെ അങ്കിളുടെ മാരേജ് നോക്കുന്നില്ലേ? എത്ര നാളായി ഒരു സദ്യക്ക് കഴിച്ചിട്ട്? അതെനിക്കറിയത്തില്ല, പക്ഷേ ലച്ചു ആന്റിയുടെ എൻഗേജ്മെന്റ് ഉണ്ട്. എടാ ദുഷ്ട, എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നേ? നിങ്ങളോട് പറയാൻ കരുതിയിരുന്നേ, പിന്നെ വിട്ടുപോയതാടാ. അല്ല, ഈ അടുത്ത് തന്നെ ഉണ്ടോ? ആ, വരുന്ന സൺഡേ ആയിരിക്കും. അപ്പൊ ഒരു ബിരിയാണി കഴിക്കാലോ? ഓ, നിനക്ക് പിന്നെ അത് തന്നെയല്ലേ വിചാരമുള്ളൂ. എങ്ങനെ? ഒന്നുകൂടെ പറ. ബിരിയാണി എന്ന് കേട്ടാ ഫസ്റ്റ് ഓടുന്ന ആളാ. എന്നിട്ട് എന്നോട് പറയുന്നേ. വീടെത്താറായി, ഞാൻ പോവാണേ. ബൈ, നാളെ കാണാം. ഓക്കേ അളിയാ, ബൈ. സീ യു ടുമോറോ. അയ്യോ അമ്മ, കലിപ്പിലാണ് തോന്നുന്നു. ദേവജിന്റെ കൂടെ പോന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ മോള് അവിടെ തന്നെ നിന്നേ? അതമ്മേ, നിക്കവിടെ. ബാക്കിയുള്ളവരൊക്കെ അവര് വരുന്നുണ്ട്. എന്നാ അവര് വന്നിട്ട് മോള് കേറിയാ മതി അകത്ത്. അയ്യോ അമ്മ, പാറെന്ത് പുറത്ത് നിക്കുന്നേ? അമ്മ അകത്തേക്ക് കയറ്റിയില്ലേ അവളെ? എന്താടി അവിടെ തന്നെ നിന്നേ? ഇങ്ങോട്ട് വാ. വിളക്ക് വെക്കുന്നതിന്റെ മുന്നേ വീട്ടിലെത്തണമെന്ന് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ചെറുത് എങ്ങനെ നന്നാവനാ? വലിയാളെ കണ്ടല്ലേ പഠിക്കുന്നേ. ഇപ്പൊ എനിക്കായി കുറ്റം. ചേച്ചി നന്നായാലല്ലേ എനിക്ക് നന്നാവാൻ പറ്റൂ. ചേച്ചിന്റെ കണ്ടല്ലേ ഞാൻ പഠിക്കുന്നേ. നീ എന്തിനാ എന്റെ കണ്ടു പഠിക്കുന്നേ? മിണ്ടാ നിന്നോളുടെ രണ്ടോ. അല്ല, നന്ദുടെ. എനിക്കറിയത്തില്ല. അതെന്താ നിനക്കറിയാത്തേ? അമ്മേ, അവര് ക്രിക്കറ്റ് കളിക്കാനല്ലേ പോയേ? അമ്മേ, ഞാൻ കണ്ടിരുന്നു. ഏട്ടൻ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരട്ടെ. യൂണിഫോം പോലും മാറ്റാതെ പോയിരിക്കുന്ന അവൻ ഇന്ന് നന്ദൂര് അമ്മേന്റെ അടുത്ത് നല്ലോണം കിട്ടും. ചേച്ചിക്ക് എന്താ ആവേശം. കഴിഞ്ഞ തവണ ഞാൻ നേരെ വൈകി വന്നപ്പോ അമ്മേന്റെ അടുത്ത് അടി കിട്ടിയപ്പോ അവൻ ചിരിക്കായിരുന്നേ. ഇത്തവണ അവൻ അടി കിട്ടുന്നത് എനിക്ക് കാണണം. വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വാടാ. ഓടാൻ നിക്കണ്ട, നിനക്കറിയാലോ എന്നെ. എവിടെ ആയിരുന്നേ? അമ്മേ, ക്രിക്കറ്റ്. മിണ്ടി പോരുത് നീ. അമ്മ എന്തിനാ എന്നെ മാത്രം വായിക്ക് പറയുന്നേ? ഇവരൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടല്ലോ. അവര് നിന്നെ പോലെയാണ് പോയത്? സ്കൂള് വിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി ചായക്ക് കുടിച്ചിട്ട് അവര് പോയേ. നീ അങ്ങനെയാണോ? അമ്മ എന്ന് നേരെ വൈകിയിരുന്നേ, അതാ ഞാൻ ഓടിയേ. ഇന്ന് മാത്രല്ലല്ലോ, എന്നും നിനക്ക് നേരെ വൈകാറല്ലേ പതിവ്? അവന് ചായയും വേണ്ട, ഡ്രസ്സും മാറേണ്ട. ഡീ പാറു, നീ എന്തിനാ അവളോട് ചൂടാവുന്നേ? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞേ. ദേവും പാറും അകത്ത് പോയി വേഗം മേല് കഴിക്കാൻ നോക്കി. ശരിയമ്മേ. നമ്മള് രക്ഷപ്പെട്ടു. അല്ല, നീ എങ്ങോട്ടാ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ, നാളെ തൊട്ട് സ്കൂള് വിട്ട് വന്ന് ഡ്രസ്സ് മാറി ചായക്ക് കുടിച്ചിട്ടേ ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ കളിക്കാന്. അല്ലെങ്കിൽ നീ കളിക്കാൻ പോണ്ട. ബാഗ് ഒറ്റ ഏറും എറിഞ്ഞു പോയേക്കുന്ന അവന്. എക്സാമിന്റെ പേപ്പർ കിട്ടിയെന്ന് എന്നോട് ദേവ് പറഞ്ഞു. നോക്കട്ടെ ഞാൻ മാർക്കൊക്കെ. ഈ ദേവ് ഒപ്പോയിക്കോ അത് പറഞ്ഞു. എന്ത്? ഒന്നുമില്ലമ്മേ. ഇനി അങ്ങനെ ഞാൻ പോകത്തുള്ളൂ. വേഗം കേറി മേലെ കേക്ക്. യൂണിഫോം ഇട്ടിട്ട് ഇനി നീ പോകുന്ന കാണട്ടെ. അലക്കാനുള്ള ആ ബാസ്കറ്റിലിട്ടേക്ക്. എന്നിട്ട് വേഗം വന്നേക്ക്. അമ്മ ചായ എടുത്ത് വെക്കാം. അടിയിൽ നിന്ന് കഴിച്ചിലായി ഇത്തവണ. എടി ലച്ചു, നിനക്ക് എന്താ പണി? ചേട്ടൻ കാണുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്നേ. ഞാൻ സഹായിക്കണോ? എങ്ങനെ? അല്ല, ഞാൻ സഹായിക്കണോന്ന് ചോദിച്ച. എന്താ കാര്യം? വേഗം പറ. എന്ത് കാര്യം? ചേട്ടന് എന്റെ എന്തോ ഒരു ഹെൽപ്പ് വേണം. അതെനിക്ക് നന്നായി അറിയാം. എന്താ കാര്യം? അത് പിന്നെ എന്റെയും വൈഷ്ണവിയുടെയും കാര്യം നീ ഒന്ന് അമ്മയോടും ചേട്ടനോടും അവതരിപ്പിക്കോ? എനിക്ക് എന്തോ ഒരു മടി. പ്ലീസ്, നല്ല മോളല്ലേ. എനിക്ക് അപ്പഴേ തോന്നി. ഹെൽപ്പ് ചോദിക്കാൻ വരുമ്പോഴല്ലേ ഇങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്യണമെന്ന് ചോദിക്കാറ്. ചേട്ടൻ തന്നെ പറഞ്ഞോ? എന്താടി പ്ലീസ്. ഇത്രയും റെഡിയാക്കി തന്നത് പോരാ, ഇനി ഞാൻ പറയുകയും ചെയ്യണോ? ഏട്ടൻ ധൈര്യമായി പറ, എല്ലാവരും സമ്മതിക്കും. അതെനിക്ക് ഉറപ്പാ. അതെനിക്കറിയാം, എല്ലാരും സമ്മതിക്കുമെന്ന്. പക്ഷേ എന്റെ കല്യാണക്കാര്യം ഞാൻ എങ്ങനെ അവരോട് പറയാ? നീ തന്നെ ഒന്ന് പറ. ഞാനോ? അതെ, പറയേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ ഏട്ടനോട് പോയി പറ, നിന്റെ ഓഫീസിൽ ഒരു കുട്ടിയുണ്ടെന്നും എനിക്ക് നന്നായി ചേരുമെന്നും അവളെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറ. അങ്ങനെ അവരെന്നോട് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം എല്ലാവർക്കും സമ്മതാണെങ്കിൽ ഞാൻ ഓക്കെയാണെന്ന്. അത് ശരി. അപ്പൊ നൈസായിട്ട് എന്റെ തലക്ക് കെട്ടി വെക്കാണല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലല്ലേ? അത് പിന്നെ ലച്ചു, ഇതുവരെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നടക്കില്ലായിരുന്നോ? ഇനിയിപ്പോ ഇത് പറയുമ്പോ എന്തോ ഒരു ചമ്മല്, അതാ നിന്നെ ഏൽപ്പിക്കുന്നേ. അയ്യടാ, നുണ പറയാനൊന്നുമില്ല. ഞാന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അല്ല ലച്ചു, ഇനി ചിലപ്പോ അവര് സമ്മതിച്ചില്ലെങ്കിലോ? ബെസ്റ്റ്. കഴിഞ്ഞ ആഴ്ച അമ്മ പറഞ്ഞിട്ടേ ഉള്ളൂ, ഒരു പെണ്ണിനെ പ്രേമിച്ചാണെങ്കിലും രാഹുലെ വിവാഹത്തിന് സമ്മതിച്ചാ മതിയായിരുന്നെന്ന്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോ? നീ ചുമ്മാ പറയല്ലേ. എനിക്കെന്തിനാ നുണ പറയേണ്ട ആവശ്യം? അല്ലെങ്കിൽ ഞാൻ ഇത്ര ആവശ്യത്തോടെ ചേട്ടന്റെ കാര്യം പറയാൻ പോകുമോ? എന്റെ ലച്ചു, നീ പൊളിയാണിട്ടോ. മതി. ഇനിയും എന്നെ പുകഴ്ത്തിയാൽ ഞാൻ പൊന്തി മുകളിലെത്തും. പിന്നെ നിന്റെ കാര്യം പറയാൻ ഞാൻ താഴത്തൊന്നും ഉണ്ടാവത്തില്ല. പിന്നൊരു കാര്യം, ഈ സോപ്പിടൽ മാത്രം പോരാ. ഇത് സക്സസ് ആയ എനിക്ക് നല്ലൊരു ട്രീറ്റ് തരേണ്ടി വരും മോനെ. അതൊക്കെ ഞാൻ ഏറ്റു. നീ പറയുന്നത് എന്തും ഞാൻ വാങ്ങിത്തരും. നീ എന്നെ ഒന്ന് നുള്ളിയേ. നിനക്കെന്താ വട്ടായോ? അല്ല, സ്വപ്നമാണെന്ന് അറിയാനാ. ഒന്ന് നുള്ളിയേ. അയ്യോ അമ്മേ. നീയല്ല എന്നോട് നുള്ളാൻ പറഞ്ഞേ. അത് ഞാനൊരു ഫ്ലോക്ക് അങ്ങ് പറഞ്ഞതല്ലേ. എന്നാലും ഇത് വല്ലാത്ത നുള്ളായി പോയി. സോറി. എന്നാ നീ പോയി ചേട്ടനോട് പറ. പിന്നെ ചേട്ടന്റെ അടുത്ത് മക്കളുണ്ടോ എന്ന് നോക്കണേ. അവരുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നു പറഞ്ഞാ മതി. അവരെ മുമ്പിൽ വെച്ച് പറയരുത്, കേട്ടല്ലോ? ശരി. ഈശ്വര, എന്താവോ എന്തോ. ദിവാകരേട്ടൻ എന്നെ ഏൽപ്പിച്ചാ മതി പണിക്ക്.
പണ്ട് മുതലേ ഇവിടെ പണിക്ക് വരുന്ന ആളായിരുന്നില്ലേ? അത് മാത്രല്ല അച്ഛന്റെ വളരെ നല്ല സുഹൃത്തും കൂടെ ആയിരുന്നു. ആ അമ്മേ, അവരെ തന്നെ വിളിച്ച്. പിന്നെ അച്ഛന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, വേലായുധേട്ടൻ? അവരെ കണ്ടില്ല, വീട്ടിൽ പോയി പറയണം. ആ എന്തായാലും വീട്ടിൽ പോയി പറയണടാ. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞതാ. ലച്ചുവിനൊക്കെ ഒരുപാട് എടുത്ത് നടന്നിട്ടുണ്ട്. അറിയാം അമ്മേ, അവരോടൊക്കെ പറയാതെ നിൽക്കോ നമ്മള്? അല്ലടാ, വിട്ടു പോവണ്ടെന്ന് പറഞ്ഞതാ. എടി പാറു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ തലയിലെ പേനൊക്കെ എടുക്കണമെന്ന്. എന്റെ തലയിൽ ഒറ്റ പേനും കൂടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാ നിന്റെ തലേന്ന് എന്റെ തലയിലെ കൊക്ക കൂടും. ആഹാ, ചേച്ചിയുടെ തലേന്ന് എന്റെ തലയിലേക്ക് കയറിയേ. എന്നിട്ടിപ്പോ എനിക്കേ കുറ്റം. ആ ഇതിപ്പോ നല്ല കഥയായല്ലോ. ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ മേലക്കായോ? അമ്മ എത്ര പിടിച്ചു വാരാൻ നോക്കിയാലും സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ എങ്ങനെ പോവാനാ? ചേച്ചി പറയും പോലെ അത്രക്കൊന്നുമില്ല, ഒന്നോ രണ്ടെണ്ണോ കാണും. എന്നിട്ട് കുറെ ഉണ്ട് പോലും. അത് തന്നെ മതിയല്ലോ. നോക്കാതെ നിന്നാൽ അത് ഒന്നും രണ്ടല്ല, കുറെ ആവും. ഓ, നിങ്ങളെ അടുത്തല്ല ഞാൻ കിടക്കുന്നേ, എന്റെ തലയിലും കയറും. നീ എന്തിനാ ഞങ്ങളെ റൂമിൽ കിടക്കുന്നേ? നിനക്ക് വേറെ റൂമിൽ കിടന്നൂടെ? ബെസ്റ്റ്. നന്ദേട്ടനെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ആ ഇനി എന്നെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് കിടക്കേണ്ട പേടിയാവുന്ന കരുതിയാ ഞാൻ അവിടെ കിടക്കുന്നേ. ഇനി ഞാൻ അങ്കിളുടെ റൂമിൽ കിടക്കും. ഇനി പേടിയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് ഞങ്ങൾക്ക് പേടിയില്ലല്ലോ. ചേടാ, ഏട്ടൻ പറഞ്ഞ പോലെ മക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആ ഏട്ടന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം. മക്കളെ, നിങ്ങൾ 3 പേരെയും രാഹുലേട്ടൻ വിളിക്കുന്നുണ്ട്. പറയാൻ കാത്തു നിൽക്കായിരുന്നു, എല്ലാം ഓടി. എന്തിനാ കൂടെ ചോദിച്ചില്ല. ആ മിഠായി വല്ലതുണ്ടാവുന്ന കരുതി ഓടിയതായിരിക്കും. ഈശ്വര, ഇനി ഏട്ടനോട് എങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങും? കൃഷ്ണേട്ടാ, കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി? ഇനി അധികം ദിവസമില്ല, പന്തൽപ്പണിയൊക്കെ തുടങ്ങണം. ഈശ്വര, ഏട്ടത്തിയും വന്നല്ലോ. ഞാനിപ്പോ എങ്ങനെ പറയാ? അല്ല ലച്ചു, നിന്റെ വർക്കൊക്കെ കഴിഞ്ഞോ? ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. അല്ല ലച്ചു, നിന്റെ എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും? ഏകദേശം കണക്ക് കിട്ടാനാ? അതേട്ടാ, ഇപ്പോ വൈഷ്ണവി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കുറച്ചു പേരെ നാട്ടിലില്ല. ബാക്കിയുള്ളവരൊക്കെ കല്യാണത്തിന് വിളിക്കാന്ന് കരുതി. അല്ല, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അത് ചേട്ടന് എങ്ങനെ മനസ്സിലായി? ആ അതെനിക്ക് മനസ്സിലാവും. നീ പണ്ട് മുതലേ എന്റെ അടുത്ത് വന്നിരിക്കുന്നേ എന്തേലും കാര്യം പറയാനായിരിക്കും. എന്താ നിനക്ക് പറയാനുള്ളേ? അത് പിന്നെ രാഹുലേട്ടനെ പറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. രാഹുലേട്ടന്റെ അടുത്ത് പറയുമ്പോ എന്നോട് ചൂടാവാൻ വരും. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞേ. ഇനി ഇത് പറയുമ്പോഴും അവൻ അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മേ, ഞാനൊന്ന് മുഴുവൻ പറയട്ടെ. ആ കുട്ടിയെ പേര് പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവും. വൈഷ്ണവി എന്നാ. ഏത്, നമ്മുടെ വൈഷ്ണവിയോ? അതെ. ആ മോളെ കൂടെ ഓഫീസിലുള്ള? അതേട്ടാ. നമ്മൾ ഉറപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, അവനും കൂടെ തീരുമാനിക്കണ്ടേ. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. അവർക്ക് ഏട്ടനെ ചെറുതായി ഇഷ്ടമുണ്ടായിരുന്നു. അതെല്ലാം ഏട്ടനോട് തുറന്നു പറയുകയും ചെയ്തു. അവര് രണ്ടുപേരും സംസാരിച്ചു. അവർക്ക് ഓക്കെയാണ്. ഇനി നിങ്ങൾക്കൂടെ ഓക്കെ ആയാ മതി. പിന്നെ പ്രേമിച്ച് നടക്കുന്ന കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഏട്ടനില്ലാന്ന് നിങ്ങൾക്കറിയാലോ. സത്യം പറഞ്ഞാ ഇപ്പോഴാ എനിക്ക് സമാധാനായി. അവൻ ഇപ്പോഴെന്നെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചല്ലോ. പിന്നെ വൈഷ്ണവി, അവള് നല്ല കൊച്ചാ. എന്നാ നമുക്ക് ഇന്നോ നാളെ പെണ്ണ് കാണാൻ പോവാ. എന്നാ അവരെയും കൂടെ എൻഗേജ്മെന്റിന് വിളിക്കാലോ. നിന്റെ അടുത്ത് അവളെ അച്ഛന്റെ നമ്പർ ഉണ്ടോ? ഇല്ല, അവളോണ്ട് ചോദിക്കാം. പിന്നെ അവളും വീട്ടിലൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. അത് തന്നെ നല്ലേ. എന്നാ ശരിയേട്ടാ, ഞാൻ രാഹുലേട്ടനോടൊന്ന് പറയട്ടെ. പീക്രീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ലച്ചു അവിടുന്ന് ഓടിച്ചിട്ടുണ്ടാവും. അത് എന്റെ കയ്യിൽ കുറച്ച് മിഠായും കൂടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരാൻ മറന്നു. എന്റെ പാറൂസേ, ഞാനത് മറന്നു പോയതാണേ. പിന്നെ നല്ല കുട്ടികളായി നിന്നാ മാത്രമേ മിഠായി തരുള്ളൂ. അതാ ഞാൻ എടുത്തു വെച്ച്. ഷോ, അതിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ പിള്ളേരൊക്കെ ഇവിടുന്ന് പോണല്ലോ. ഒരു ഐഡിയ ഉണ്ട്. പാറു, ഇന്നാ എല്ലാവർക്കും വീതിച്ചു കൊടുക്കട്ടോ. അമ്മക്കും അച്ഛനും മുത്തശ്ശിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല പാറു, ഇത് അലിയുന്ന മിഠായിയാ. നീ അവർക്ക് കൊണ്ടു കൊടുക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതായത് പാറൂസേ, എനിക്ക് ചേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ താഴെ പോയി കഴിച്ചോളൂ. പോയില്ലോ, ഞാൻ കരുതി പോവത്തില്ലാന്ന്. പറയേണ്ടത് പോലെ പറയണം. ഒരു സത്യമൂർത്തി. ഇനി കാര്യം പറ. എന്താ ചേട്ടനൊക്കെ പറഞ്ഞേ? എന്ത് പറയാം, നീ വൈഷ്ണവിയെ മറന്നാളാ. എന്ത്? അതായത് അവര് സമ്മതിച്ചില്ലാന്ന്. നീ സത്യാണോ പറയുന്നേ? സംശയമുണ്ടേ അവരോട് പോയി ചോദിച്ചു നോക്ക്. എന്നാ ഫോൺ ഇങ്ങത്താ. അതെന്തിനാ? അത് വൈഷ്ണവിയോട് ഇപ്പൊ തന്നെ കാര്യങ്ങൾ പറയാലോ. എന്നാ പറഞ്ഞേക്ക് അവര് സമ്മതിച്ചെന്നേ. അതേട്ടാ, അമ്മയും ഏട്ടത്തിയും ഏട്ടനും എല്ലാവരും സമ്മതിച്ചു. അപ്പോ ഇനി എങ്ങനെ, എപ്പോഴാ ചെലവ്? അതിന് ഇനിയും ടൈമുണ്ട്. ഇനി വൈഷ്ണവി അവളെ വീട്ടിൽ സംസാരിക്കട്ടെ. അല്ല, അവള് വിളിച്ചിരുന്നോ? അവളെ ഇങ്ങോട്ട് വിളിക്കാന്നാ പറഞ്ഞിരിക്കുന്നേ. അവള് വിളിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, എന്റെ ഫോൺ സൈലന്റിലായിരുന്നു. ഹലോ ലച്ചു, ഞാൻ നിന്നെ എത്ര വിളിച്ചു, നീ എവിടെയായിരുന്നേ? സോറി ഡേ, എന്റെ ഫോണ് സൈലന്റ് ആയി പോയി. അതാ. അല്ല, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ? എന്താവാൻ, അവര് സമ്മതിച്ചില്ല. സമ്മതിച്ചില്ലാന്നോ? അതെ.
ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ പൊന്നു ലച്ചു, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവർക്കൊക്കെ ഓക്കെയാണ്. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്നാ ഞാൻ ഈ ഏട്ടന്റെ അടുത്ത് അച്ഛന്റെ നമ്പർ കൊടുക്കട്ടോ. അപ്പൊ അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചോ? അതൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നീ പൊളിയല്ലേ? പിന്നല്ല, ഇതൊക്കെ എന്ത്? അല്ല, നാളെ രാവിലെ തന്നെ എത്തണേ. നാളെയാണല്ലേ നിന്റെ എൻഗേജ്മെന്റ്? ഞാനത് മറന്നു. എന്നാലും നീ എന്റെ എൻഗേജ്മെന്റ് മറന്നല്ലോ. നാളെ രാവിലെ തന്നെ എത്തിക്കോണ്ടി, അത് മറക്കണ്ട. എടി, ഇങ്ങനെയൊക്കെ ആയോണ്ട് ഒരു ചടപ്പ്. പക്ഷേ അതിന് വരാതെക്കാൻ പറ്റത്തില്ലല്ലോ. എന്റെ മോളെ, വന്നില്ലെങ്കിൽ നിനക്കറിയാലോ, നമ്മള് പിന്നെയും കാണേണ്ടവരല്ലേ. ഞാൻ എന്തായാലും വരും. ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാനാ? അല്ല, രാഹുലേട്ടനുണ്ടോ അവിടെ? ഇവിടെ തന്നെ ഉണ്ട്. ഫോൺ കൊടുക്കണോ? വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചാ. എന്നാ ശരിയടി, നാളേക്ക് കുറെ പരിപാടികൾ ചെയ്യാനുണ്ട്. മെഹന്തി ഇടണം. നീ ഇടത്തില്ലേ? എന്നാ നീ ഇന്ന് തന്നെ പോന്നോ? ബെസ്റ്റ്. ഞാനിട്ടാ പറയണ്ടല്ലോ, നീ തന്നെ ബോധം കെട്ട് വീയും. നീ ഇന്ന് തന്നെ വരണം, കേട്ടല്ലോ? ഞാൻ വരത്തില്ല. അവരൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാ? ഒന്ന് പോടി. അവിടെ നീ കാണാത്തവരൊന്നുമല്ലല്ലോ. ഒരു കുഴപ്പമില്ല. നീ ഇന്ന് വന്നേ പറ്റൂ. എന്നാ ശരിയടി, ഈവനിങ് കാണാം. അല്ല, വൈഷ്ണവി വരുന്നുണ്ടോ? അവള് വരുന്നുണ്ട്. അവള് ഇങ്ങോട്ട് ഇടയ്ക്ക് വരാറുണ്ടായിരുന്നേ. ഇങ്ങനെ ആയതിനു ശേഷം ഫസ്റ്റ് ടൈമാ. എല്ലാരുമായിട്ട് നല്ല കൂട്ടാവള്. മോനത് വിചാരിച്ച് സന്തോഷിക്കാൻ നിക്കണ്ട. നാളേക്ക് കുറെ പണികളുണ്ട് ഇവിടെ. വൈഷ്ണവിയോട് സംസാരിക്കാനൊന്നും ടൈം കിട്ടത്തില്ല, കേട്ടല്ലോ? അല്ല ലച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതായത് അവൾ എനിക്ക് വേണ്ടി മെഹന്തി ഇടാൻ വരുന്ന. നിങ്ങൾക്ക് കാണാൻ തന്നെ ടൈം കിട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ ഒരു എൻഗേജ്മെന്റ് അല്ലേ? ഏട്ടനെന്താ ഒരു പുച്ഛം? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ വീട്ടിലേക്ക് തന്നെയല്ലേ അവള് വരുന്നേ. അപ്പൊ എങ്ങനെ കാണാതിരിക്കുക? ലച്ചു, ദാ അമ്മേ വരുന്നു.